എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് ആ നേവി കപ്പലുകള് അത് മുഴുവൻ ഏനീസ് ലോബിയിൽ പാർക്ക് ചെയ്ത് കഴിഞ്ഞു. അവര് പരസ്പരം പറയും, നമ്മുടെ പ്രധാനപ്പെട്ട ടാർഗറ്റ് ലൂഫിയും അവന്റെ ടീമും ആ 60 പൈററ്റ്സുമാണ്. അവരെ വേണം നമ്മൾ ആദ്യം ഇല്ലാതാക്കാൻ. അവരെല്ലാവരും ഏനീസ് ലോബി തന്നെയുണ്ട്. സോ ഒന്നും നോക്കാനില്ല, ഏനീസ് ലോബി ഐലാൻഡ് അത് മുഴുവനും നമ്മുടെ ഫോഴ്സ് ഉപയോഗിച്ച് സെക്കൻഡുകൾ കൊണ്ട് തകർത്തില്ലാതാക്കണം. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഏക ലക്ഷ്യം എന്ന് പറഞ്ഞ് അവര് ഫയറിംഗ് ആരംഭിക്കും. കട്ട് ചെയ്താ ഇവിടെ ആ ഏജന്റ് വില്ലൻ അവനാണെങ്കിൽ റോബിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് അടിയൊക്കെ കിട്ടി മുഖം മുഴുവൻ വീങ്ങി അവനിപ്പോ എഴുന്നേറ്റ് നിൽക്കും. നേവി സോൾജിയേഴ്സ് ആണെങ്കിൽ അവിടുന്ന് ഓടുകയാണ്. ഉടനെ സ്പാങ്ടം പറയും, ആരും ഓടരുത്, അവര് നമ്മളെ ഒന്നും ചെയ്യില്ല, നിങ്ങൾ എല്ലാവരും ചേർന്ന് ഈ റോബിൻ അവളെ പിടിക്കരുന്ന് പറഞ്ഞ് അവൻ ബഹളം വെച്ചുകൊണ്ടേയിരിക്കും. സ്പാങ്ടം പറഞ്ഞതുപോലെ തന്നെ അവർ ആ ബ്രിഡ്ജിലേക്ക് ഫയർ ചെയ്യില്ല, മറിച്ച് മെയിൻ ഐലാൻഡിലേക്കും ഏനീസ് ലോബി ലക്ഷ്യമാക്കിയായിരിക്കും ഫയർ ചെയ്തുകൊണ്ടേയിരിക്കുക. സ്പാങ്ടത്തിനാണെങ്കിൽ ഭയങ്കര സന്തോഷവും. കണ്ടോ, ഇതാണ് എന്റെ പവർ, എന്റെ ഡെസിഗ്നേഷനും എന്റെ പവറൊക്കെ കണ്ടതുകൊണ്ടാണ് അവർ ഞാൻ നിൽക്കുന്ന ഭാഗത്തേക്ക് ഫയർ ചെയ്യാത്തത്. സോ ആരും പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ എല്ലാവരും ഇവിടെ സേഫ് ആണ്. സോ സോൾജിയേഴ്സ് എല്ലാവരും തിരികെ വായോ. അതേസമയം ആ കപ്പലിലുള്ള സോൾജിയേഴ്സ് അവർ പരസ്പരം ചോദിക്കും, ആ ബ്രിഡ്ജില് നിക്കോ റോബിനുണ്ട്, അവൾ ആ സ്ട്രോ ഹാറ്റ് ടീമിലെ ഒരു മെമ്പറാണ്. സോ അവളെ നമുക്ക് അറ്റാക്ക് ചെയ്തൂടെ? അതിന് വേറൊരു ചീഫ് പറയും, തൽക്കാലം അവിടേക്ക് ഫയർ ചെയ്യണ്ട, എത്രയും പെട്ടെന്ന് നമുക്ക് ആ സ്ട്രോ ഹാറ്റ് ലൂഫി അവനെ ടീമിനെ കണ്ടെത്തി അവരെ വേണം ആദ്യം അറ്റാക്ക് ചെയ്യാൻ. ഇവിടെ ആ സ്പാങ്ടം വില്ലൻ അവൻ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും, നിങ്ങളിത് കാണുന്നില്ലേ, അവരിവിടേക്ക് ഫൈറ്റ് ചെയ്യുന്നില്ല, ഇനിയെങ്കിലും ഞാൻ പറയുന്നത് വിശ്വസിക്കേ, സോൾജിയേഴ്സ് നിങ്ങൾ തിരികെ വാ. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ഫ്രാങ്കി അവൻ ആ മെയിൻ ഐലാൻഡിലേക്ക് നോക്കും. തൊട്ടു മുൻപ് അവൻ കണ്ട മെയിൻ ഐലാൻഡ് അല്ല ഇപ്പൊ ആ മെയിൻ ഐലാൻഡ്. അവിടെയുള്ള ബിൽഡിങ്ങുകളും റോഡുകളും അങ്ങനെ എല്ലാം തന്നെ തകർന്ന് തരിപ്പണായിട്ട് കിടക്കുകയാണ്. അപ്പോഴാണെങ്കിൽ നമ്മുടെ റോബിൻ അവളുടെ ബോഡി ഇപ്പൊ കിടുകിടാന്ന് വിറയ്ക്കാൻ തുടങ്ങും. അവൾക്കാണെങ്കിൽ പണ്ട് ബോഹാർ ഐലാൻഡില് എന്ത് സംഭവിച്ചോ ആ കാര്യങ്ങളൊക്കെ ഒന്നൊന്നായിട്ട് ഓർമ്മ വരാൻ തുടങ്ങും. ബോഹാർ ഐലാൻഡിൽ നിന്ന് രക്ഷപ്പെട്ട ഒരേ ഒരാള് അത് റോബിൻ മാത്രമാണ്. സോ ഇപ്പൊ ഇവിടെയും ആ ബസ്റ്റർ കോള് എനേബിൾ ആയിരിക്കാണ്. ഇനി എന്താ ചെയ്യാന്ന് പറഞ്ഞ് അവൾ ടെൻഷൻ അടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ആ സിറ്റി ആണെങ്കിൽ ഇപ്പൊ കത്തി എരിയാനായിട്ട് തുടങ്ങും. അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് CP9 ടീംസ് അവരിൽ പലരും അടികിട്ടി ബോധം കെട്ട് അങ്ങനെ കിടക്കുകയാണ്. അവർക്ക് ഒരനക്കവും ഉണ്ടാവില്ല. കട്ട് ചെയ്ത അണ്ടർഗ്രൗണ്ടില് സോറോയും സാഞ്ചിയും അവർ രണ്ടുപേരും ചേർന്ന് ഉസോപ്പിനെ പൊക്കിയെടുത്ത് ആ അണ്ടർഗ്രൗണ്ട് വഴി സ്പീഡിൽ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഉസോപ്പ് ചോദിക്കും, നിങ്ങൾക്ക് കുറച്ച് പതുക്കെ ഓടിക്കൂടെ? സ്പീഡിൽ ഓടുന്നോണ്ട് തന്നെ എനിക്ക് കിടക്കാൻ ഒരു സുഖം കിട്ടുന്നില്ല. അതിന് സാഞ്ചി ദേഷ്യപ്പെട്ട് പറയും, മിണ്ടാതിരുന്നോ, അല്ലെങ്കിൽ ഇവിടെ ഇട്ട് ഞങ്ങൾ രണ്ടുപേരും ഓടി രക്ഷപ്പെടും. ഉസോപ്പ് ആണെങ്കിൽ പിന്നെ ഒന്നും സംസാരിക്കില്ല. അല്പസമയം കഴിഞ്ഞ് ഉസോപ്പ് അവൻ വീണ്ടും വമ്പം ബിൽഡപ്പ് പഠിക്കാൻ തുടങ്ങും. ഞാനാണ് നമ്പർ 1 പവർഫുൾ ആയ സോഹെ കിങ്, എന്നെ തോൽപ്പിക്കാൻ ആരെ കൊണ്ട് കഴിയില്ല. അത് കേട്ട് സോറയ്ക്ക് അവന്റെ കൺട്രോൾ പോവും. അവനിപ്പോ ഉസോപ്പിനെ പിടിച്ചു വലിച്ച് സ്പീഡില് മുൻപോട്ട് കുതിച്ചു പോവും. അതേസമയം നമ്മുടെ നാമിയാൻ ടീം അവരും ഫുൾ എനർജിയില് മുൻപോട്ട് കുതിച്ചു പായാണ്. നാമിക്കും ടീമിനും പുറത്തു നടക്കുന്ന കനോൺ ബോൾസിന്റെ സൗണ്ടും പൊട്ടിത്തെറികളും ഒക്കെ കറക്റ്റായിട്ട് കേൾക്കും. ഉടനെ നാമി അവൾ ചെവി പൊത്തി മുൻപോട്ടേക്ക് ഓടും. പക്ഷെ കുഞ്ഞിപ്പെണ്ണിനാണെങ്കിൽ അത് കുറച്ച് ഇഷ്ടമാവും. അവള് വാവ് അടിപൊളി, ഈ ശബ്ദം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് തുള്ളിച്ചാടും. ഉടനെ ആ കുഞ്ഞിപ്പെണ്ണ് പറയും, ഇതുപോലൊരു വലിയ ശബ്ദത്തോടുകൂടെയാണ് ലൂഫിയും അയൺ ഡോറ് അത് ഓപ്പൺ ചെയ്തത്. അത് കേട്ട് നാമി ഷോക്കാവും. ആക്ച്വലി ലൂഫി അവന്റെ 3rd ഗിയർ ഉപയോഗിച്ചാണ് ആ ഡോർ ഇടിച്ച് പൊട്ടിച്ചത് പോലും. കുഞ്ഞിപ്പെണ്ണ് പറയും, എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, അടിപൊളിയായിരുന്നു. നാമിക്കാണെങ്കിൽ അതാ കുഞ്ഞിപ്പെണ്ണ് പറയുന്നത് കൊണ്ട് തന്നെ വിശ്വസിക്കാനായിട്ട് കഴിയില്ല. അവര് കുറച്ചു ദൂരം മുൻപോട്ടേക്ക് ഓടുമ്പോ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന് വീണ്ടും എന്തോ ഒരു ശബ്ദം കേൾക്കും. പക്ഷെ അവരാണെങ്കിൽ അത് കാര്യാക്കാതെ മുൻപോട്ടേക്ക് ഓടുമ്പോഴായിരിക്കും അവരുടെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വെള്ളം കുത്തിമറിഞ്ഞ് അങ്ങനെ ഒഴുകി വരുന്നത് കാണുക. അത് കാണേണ്ട താമസം അവര് സഡൻ ബ്രേക്ക് ഇട്ട് വന്ന വഴിയെ തിരികെ ഓടാൻ തുടങ്ങും. ആക്ച്വലി ആ ബ്രിഡ്ജ് തകർത്ത് അതിലേക്ക് വെള്ളം ഇറക്കി വിട്ടത് മറ്റാരുമല്ല, ആ ലൂച്ചിയാണ്. ആക്ച്വലി ലൂച്ചിക്കും വെള്ളം പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ അവൻ ആ ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി നിൽക്കും. ലൂച്ചി ഉടനെ അടുത്തുള്ള ഹോൾസ് അതുവഴി ചാടി ചാടി ഒരു റൂമിലേക്ക് പോവും. ലൂഫി വിടില്ല, ഇതിനെല്ലാം കാരണക്കാരൻ നീയാണ്, ഒരു കാരണവശാലും നിന്നെ ഞാൻ വിടില്ല എന്ന് പറഞ്ഞ് ലൂഫി അവന്റെ പിന്നാലെ ഓടും. അങ്ങനെ ഓടി ഓടി ലൂഫിയും ആ റൂമിലേക്ക് എത്തും. ആക്ച്വലി ആ ഒരു റൂം അത് കടലിൽ നിന്നും ഒരുപാട് ഉയർന്നിട്ടാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു റൂമിലേക്ക് വെള്ളം കയറില്ല. ലൂച്ചി വീണ്ടും നമ്മുടെ ലൂഫിയെ കളിയാക്കാൻ തുടങ്ങും. നീ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടേക്ക്
ഇവിടേക്ക് വന്നത് ആ റോബിനെ രക്ഷിക്കാനല്ലേ? മാത്രമല്ല നിന്റെ ഫ്രണ്ട്സും അതിനുവേണ്ടി തന്നെയാണ് ശ്രമിച്ചത്. അവരെല്ലാവരും ഇപ്പൊ പുറത്ത് ആ നേവി ടീംസിന്റെ അറ്റാക്കിൽ പെട്ട് ജീവന് വേണ്ടി പിടയ്ക്കാണ്. സോ നിനക്ക് അവരെ രക്ഷിക്കണമെങ്കിൽ ഇപ്പൊ തന്നെ പുറത്തേക്ക് പോകുന്നതാണ് നല്ലത്. അതിന് ലൂഫി അവൻ ടെൻഷനായിട്ട് പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഒരു കാരണവശാലും എന്റെ കണ്ണ് അത് നിന്നിൽ നിന്ന് ചേഞ്ച് ചെയ്യാൻ തയ്യാറല്ല. എന്റെ ഫ്രണ്ട്സിനെ ഓർത്ത് എനിക്കൊരു ടെൻഷനും ഇല്ല, കാരണം അവരെന്തായാലും രക്ഷപ്പെടുക തന്നെ ചെയ്യും. പക്ഷെ നിന്നെ ഇവിടെ വിട്ടുകളഞ്ഞ ഉറപ്പായിട്ടും നീ എന്റെ ഫ്രണ്ട്സിനെ തേടി പിടിച്ച് കൊല്ലും. അതെനിക്ക് തടഞ്ഞേ പറ്റൂന്ന് പറഞ്ഞ് വീണ്ടും അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ റെഡിയാവും. ഇവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ സാഞ്ചിയും സോറയും അവർ രണ്ടുപേരും ഉസോപ്പിനെ എടുത്ത് ഒരുപാട് ദൂരം ഓടിക്കഴിഞ്ഞു. അപ്പോഴായിരിക്കും അവരും എന്തോ ഒരു ശബ്ദം കേൾക്കുക. അവരാണെങ്കിൽ ആ ശബ്ദം കേട്ട് ഓട്ടത്തിന്റെ സ്പീഡ് കൂട്ടും. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോ ഉസോപ്പ് താഴെ പോവും. താഴെ വീണ നമ്മുടെ ഉസോപ്പ് അവൻ ആ ശബ്ദം എന്താണെന്ന് ശരിക്കും കാതോർക്കും. കാര്യം പിടികിട്ടിയ ഉസോപ്പ് അവൻ എഴുന്നേറ്റിരുന്ന് സോറോയെയും സാഞ്ചിയെയും വിളിക്കാൻ നോക്കുമ്പോഴേക്കും അവരാണെങ്കിൽ 1 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞു. അവർ കണ്ണും ചെവിയൊക്കെ പൊത്തി ഉഷാറായിട്ട് ചാടി ഓടുകയാണ്. ഒരു സൈഡില് ഇപ്പൊ സോറോയും സാഞ്ചിയും, ഓപ്പോസിറ്റ് സൈഡില് നമ്മുടെ നാമിയ ടീമും. അവർ രണ്ടുപേരും പരസ്പരം ഓടി അടുത്തുകൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്ത ആ സ്പാങ്ഡം വില്ലൻ അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് ആ സോൾജിയേഴ്സിനെ ഇപ്പൊ കൺവിൻസ് ചെയ്യും. ചീഫ് നേവി ടീംസ് ആണെങ്കിൽ അവരിപ്പോ ഐലാൻഡിലേക്ക് തന്നെയായിരിക്കും ഫയർ ചെയ്തുകൊണ്ടേയിരിക്കുക. സ്പാങ്ഡം പറയും, ഇനി നമുക്ക് ഒട്ടും സമയം കളയാനില്ല, എത്രയും പെട്ടെന്ന് ആ നിക്കോ റോബിനെ അവളെ പിടിച്ചേ പറ്റൂ. നിങ്ങൾ ആരും ബസ്റ്റർ കോൾ ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മളെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ഇവിടെ ലൂഫിയും ലൂച്ചിയും അവർ രണ്ടുപേരും നിർത്താതെ ഫൈറ്റ് ഇട്ടുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ എന്താ, ലൂഫി ഇപ്പോ നോർമലാണ്. സോ ലൂച്ചിയുടെ പവറിന് അതനുസരിച്ച് ഫൈറ്റ് ചെയ്യാൻ ഇപ്പൊ ലൂഫിയെ കൊണ്ട് കഴിയില്ല. പക്ഷെ ലൂഫിക്ക് അവൻ എങ്ങനെയെങ്കിലും ഈ ഒരു വില്ലനെ തോൽപ്പിച്ചാൽ മാത്രമേ അവന്റെ ഫ്രണ്ട്സിനെ രക്ഷിക്കാൻ കഴിയൂ. ലൂഫി അവന്റെ കാലുപയോഗിച്ച് വില്ലന്റെ കൈ ചുരുട്ടി പിടിക്കും. എന്നിട്ട് വീണ്ടും അവന്റെ ബോഡിയിൽ ആഞ്ഞിടിക്കും. പക്ഷെ ഓൾറെഡി ലൂഫിയുടെ പവർ അത് നോർമൽ ആയതുകൊണ്ട് തന്നെ അവനൊന്നും സംഭവിക്കില്ല. അവന്റെ അയൺ ബോഡിയിൽ ഇടിച്ച് ഇപ്പൊ ലൂഫിയുടെ കൈ അത് തകർന്നു പോവും. അവൻ വേദന കൊണ്ട് നിലവിളിക്കും. ഉടനെ ആ വില്ലൻ അവന്റെ വാലുപയോഗിച്ച് ലൂഫിയുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കും. എന്നിട്ട് അങ്ങനെ ഉയർത്തിയെടുത്ത് ലൂഫിയെ അവന്റെ ഫേസ് ടു ഫേസ് കൊണ്ടുവരും. നീ വേൾഡ് ഗവൺമെന്റിനെതിരായി സംസാരിക്കുമല്ലേ? ഒരു കാരണവശാലും നിനക്ക് ജീവിക്കാൻ അനുവാദമില്ല. ഇവിടെ വെച്ച് എന്റെ കൈകൊണ്ട് തന്നെ നിന്നെ ഞാൻ കൊല്ലും. നിന്റെ ഫൈറ്റും അത്രയ്ക്ക് വലിയ കേമൊന്നും അല്ല. ലൂഫി ആണെങ്കിൽ അവന്റെ വാല് പിടിച്ച് കടിച്ച് അതങ്ങനെ ചുരുട്ടിയെടുത്ത് അവനെ കറക്കി കറക്കി വലിച്ചെറിയും. പക്ഷെ വില്ലനാണെങ്കിൽ അവൻ സേഫായി ലാൻഡ് ചെയ്ത് അവന്റെ ഫിംഗർ പിസ്റ്റൽ അറ്റാക്ക് ഉപയോഗിച്ച് ചെറുതായിട്ട് ഒന്ന് ഞൊടിച്ചു വിടും. ആ ഒരു ഞൊടിയില് നമ്മുടെ ലൂഫിയുടെ ബോഡിയില് വലിയ പരുക്കൊക്കെ പറ്റി ഇപ്പൊ ചോര തെറിക്കാൻ തുടങ്ങും. എന്നിട്ടും ആ വില്ലന് കലി അടങ്ങാതെ വീണ്ടും വീണ്ടും അവനെ ഉപദ്രവിച്ചു കൊണ്ടേയിരിക്കും. അവസാനം ഫയർ ഫിംഗർ പിസ്റ്റൽ അതുപയോഗിച്ച് ലൂഫി ഒരൊറ്റ അടി. ആ ഒരു അടിയില് ഫയർ അങ്ങനെ തെറിച്ചു വന്ന് ലൂഫിയുടെ ബോഡി കത്തിയിരിക്കാൻ തുടങ്ങും. ലൂഫിയെ നോക്കി അവൻ വീണ്ടും വീണ്ടും കളിയാക്കും. ഉടനെ ലൂഫി അവന്റെ വിരൽ കടിച്ച് ഡയറക്റ്റായി അവന്റെ പവർ അത് 3rd ഗിയറിലേക്ക് മാറ്റും. ലൂഫി ഞൊടിയിടയില് അവന്റെ കൈ അത് ജയന്റ് കൈയാക്കി മാറ്റി അങ്ങനെ കറക്കെടുത്ത് ഒരൊറ്റ അടി. ആ ഒരു അടിയില് വില്ലന്റെ ബോഡിയിലും അവിടെ ഉണ്ടായിരുന്ന ബിൽഡിങ്ങിലും എല്ലാം തന്നെ വമ്പം പവറേറ്റ് ആ ബിൽഡിംഗ് മുഴുവൻ കിടിങ്ങി വിറയ്ക്കാൻ തുടങ്ങും. ലൂഫിയുടെ കൈ അതാ ബിൽഡിങ്ങും തകർത്ത് പുറത്തേക്ക് പോവാണ്. ആ ഒരു വലിയ പഞ്ചില് ലൂച്ചി അവൻ തെറിച്ച് കടലിലേക്ക് പോകുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോഡ്.